3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സെബല്യൻ അഥവാ സെബല്ലിയോസ് പഠിപ്പിച്ച ഒരു ദുരുപദേശമാണ് സെബല്യനിസം. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്ഥാനം പിതാവിനേക്കാൾ താഴെയാണെന്നും ദൈവം ഏക ആളത്വം മാത്രമാണെന്നും സെബല്യൻ പഠിപ്പിച്ചു. തൃത്വത്തിൽ 3 ആളത്വങ്ങളില്ലെന്നും ദൈവത്തിൻ്റെ ഏകാധിപത്യം മാത്രമേ ഉള്ളൂ എന്നതാണ് ഈ വാദം. പഴയ നിയമകാലത്ത് പിതാവായും പുതിയ നിയമകാലത്ത് യേശുക്രിസ്തുവിൽ പുത്രനായും സഭായുഗത്തിൽ പരിശുദ്ധാത്മാവായും വെളിപ്പെട്ട ഏക ആളത്വമാണ് ദൈവം. 3 കാലങ്ങളിലുമുണ്ടായ വെളിപ്പെടുത്തലുകൾ മാത്രമാണ് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്നത്. അല്ലാതെ 3 ആളത്വങ്ങളല്ല എന്നാണ് സെബല്യനിസം പഠിപ്പിച്ചത്. ഇവ 3 പദങ്ങൾ മാത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആളത്വങ്ങളെ നിഷേധിക്കുകയാണ് ഈ ദുരുപദേശത്തിൻ്റെ പ്രധാന ലക്ഷ്യം. മോഡലിസം എന്ന പേരിലും ഈ ദുരുപദേശം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തെർത്തുല്യൻ സെബല്യനിസത്തെ എതിർത്തിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ സെബല്യനിസം അസ്തമിക്കുകയും ചെയ്തു.